ആദ്യം ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, എന്തായാലും എക്സിറ്റ് പോളുകൾ ശരിവെക്കുന്ന രീതിയിലായിരിക്കുമല്ലോ ഫലം വരിക. താങ്കളുടെ വിലയിരുത്തൽ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും എക്സിറ്റ് പോളുകൾ പറഞ്ഞതിനടുത്ത് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ട് വരാൻ പോകുന്നതെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. കാരണം കടുത്ത ത്രികോണ മത്സരം നടന്ന പല മണ്ഡലങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി ചെയ്യുന്ന വോട്ട് ട്രാൻസ്ഫർ ഇത്തവണ നടന്നില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്യാൻ അവർക്ക് റിസ്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അതേസമയം BJPയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അപ്രതീക്ഷിതമായി LDFന് കുറേ സീറ്റുകൾ കിട്ടും, അതുപോലെ UDFനും കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു തരംഗം UDFന് അനുകൂലമായിട്ട് വന്നത് കുറച്ച് ന്യൂട്രലായി പോയി. എന്നാലും മേൽക്കൈ UDFനാണെന്നുള്ള അത് വളരെ വ്യക്തമാണ്. UDFനാണ് മുൻതൂക്കമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ എക്സിറ്റ് പോളുകൾ പറഞ്ഞിരിക്കുന്ന ആ കണക്കിനോടടുത്ത് 75-80 നിൽക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. വലിയൊരു തരംഗമില്ല, അനുകൂല തരംഗം UDFനാണ്. പക്ഷെ അതൊരു വലിയ തരംഗമായി മാറ്റാത്തതിൻ്റെ കാരണങ്ങളാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കം കൂടുന്നു എന്ന കാര്യത്തിലും PR വർക്കുകൾ നടക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ലല്ലോ ഇല്ലേ? അത് ആത്മവിശ്വാസം കനക്കുകയാണ് UDFൽ. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു കാര്യങ്ങൾ എന്നതല്ലേ? ആവശ്യമുള്ളതാണോ ഇങ്ങനെയൊരു തർക്കം? അത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥിരം സ്വഭാവത്തിലേക്ക് ഇത് വരുന്നു എന്നുള്ളതാണ് ദുഃഖസത്യം. ഈ കഴിഞ്ഞ 26 വർഷം 2001 തൊട്ട് 25 വർഷമെങ്കിലും നോക്കിയാൽ അതിൽ 15 വർഷവും കേരളം ഭരിച്ചത് ഇടതുപക്ഷമാണ്. UDFന് കിട്ടിയത് 2001-6 വരെയും പിന്നീട് 2011-16 അതിൽ 2011-16 കേവലം 2 സീറ്റിൻ്റെ ഭൂരിപക്ഷമാണ്. അപ്പോൾ പഴയ രീതിയിലുള്ള ശക്തി UDFന് ഇല്ല എന്നും പഴയ വലിയ ഘടകകക്ഷികളൊക്കെ പലതും LDFലേക്ക് ചേക്കേറിയെന്നും ഒക്കെ മനസ്സിലാക്കുമ്പോൾ UDFന് വളരെ വ്യക്തമായി ശ്രദ്ധിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതല്ലാതെ പഴയതുപോലെ വലിയ ഗ്രൂപ്പുകൾ വഴക്കും അതിൻ്റെ കണക്കും മറ്റും കാണിച്ച് നയപരമായ അസ്ഥിരതയ്ക്കോ പോളിസി കോൺഫ്ലിക്റ്റിനോ കൊണ്ടെത്തിക്കാതെ മറ്റ് രാഷ്ട്രീയ അസ്ഥിരതയ്ക്കോ വഴിതെളിയിക്കാതെ ഒരു ഭരണം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ തയ്യാറാകണം. അവരുടെ പരമ്പരാഗതമായി കോൺഗ്രസ് കാണിക്കുന്ന പോലെ കർണാടകയിലും മറ്റും കണ്ടതുപോലെ മൂപ്പുള തർക്കം നേതൃത്വത്തിന് വേണ്ടിയുള്ളത് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെ ഡേറ്റയുടെ കൂട്ടത്തിൽ നമ്മൾ കണ്ടതാണ്, സർവേയിൽ ഏറ്റവും പ്രിഫറബിൾ ചീഫ് മിനിസ്റ്ററായിട്ട് കണ്ടത് VD സതീശന് UDFന് കിട്ടിയ 42%-ൽ 21% VD സതീശന് അനുകൂലമാണ്. ബാക്കിയുള്ളവരൊക്കെ വളരെ വളരെ താഴെയാണ്. അതിൽ നിന്ന് തന്നെ ജനകീയത സതീശന് അനുകൂലമാണെന്ന് കാണുന്നുണ്ട്. വേണുഗോപാലിനൊക്കെ വളരെ നെഗ്ലിജിബിളായിട്ടേ ഉള്ളൂ. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ഉള്ളംകൈയിലാണ് വേണുഗോപാലിൻ്റെ രാഷ്ട്രീയവും ആ ഗ്രൂപ്പിൻ്റെ ശക്തിയും എന്നുള്ളത് കൊണ്ട് ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ ഒരുപക്ഷെ വേണുഗോപാലിനെ പോലെ മറ്റാർക്കും കഴിയില്ല. ഇവിടെ ഞാൻ മറ്റൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ്. ഇപ്പോൾ നമ്മളൊരു ഫെഡറൽ രാജ്യം എന്നുള്ള നിലയിൽ ദേശീയ രാഷ്ട്രീയം പോലെ സംസ്ഥാന രാഷ്ട്രീയവും പ്രസക്തിയുള്ളതാണ്. മഞ്ജുഷ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ ഇടയ്ക്ക് MLA ആകും, അത് കഴിഞ്ഞ് പാർലമെൻറ്റിൽ പോകും, അത് കഴിഞ്ഞ് വീണ്ടും അസംബ്ലിയിൽ വരും, വീണ്ടും പാർലമെൻറ്റിൽ പോകും. അവിടെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ കണ്ടത് കോൺഗ്രസിലെ 9 MPമാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം കാണിച്ചു. അത് അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ ശക്തി 99-ൽ നിന്ന് 90 കുറയുമായിരുന്നു. വാസ്തവത്തിൽ പ്രാദേശിക രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ലേ? പ്രാദേശിക നേതാക്കന്മാർ കോൺഗ്രസിന് ഇല്ലാഞ്ഞിട്ടാണോ MPമാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഈ ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ചർച്ച പോലും അനുവദിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവല്ലോ. ഇപ്പോൾ KC വേണുഗോപാൽ തന്നെ ഇടപെട്ട് ഈ ചർച്ച നിർത്തിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നുവല്ലോ. അദ്ദേഹം 2009-ലും 2014-ലും KC വേണുഗോപാൽ ലോക്സഭയിൽ എത്തുന്നു. 2019-ൽ അദ്ദേഹം മത്സരിക്കാതെ മാറി നിൽക്കുന്നു. പിന്നെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ശരിക്കും ഈ വർഷം 2026 വരെ അദ്ദേഹത്തിന് രാജ്യസഭാ അംഗത്വമുള്ളതാണ്. അതിനിടയിലാണ് രാജ്യസഭാ അംഗത്വം വേണ്ടെന്ന് വെച്ച് അദ്ദേഹം വീണ്ടും 2024-ൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ സീറ്റ്, രാജ്യസഭാ സീറ്റ് BJPക്ക് കിട്ടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ് ഇപ്പോൾ അക്കരപ്പച്ച രാഷ്ട്രീയം പയറ്റുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശരിക്കും ഇതൊരു അക്കരപ്പച്ച രാഷ്ട്രീയം എന്ന് തന്നെ പറയാമല്ലോ KC വേണുഗോപാലിൻ്റെ ഈ മോഹം? തീർച്ചയായിട്ടും. അല്ല, ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാര് അവര് ദില്ലിയിൽ എത്രമാത്രം അവർക്ക് ശക്തി ഉണ്ടാക്കാൻ പറ്റിയാലും അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനങ്ങളിൽ എത്താൻ പറ്റിയാലും
അവരെപ്പോഴും അവരുടെ ഒരു കണ്ണ് കേരളത്തിൽ തന്നെയായിരിക്കും. അത് 1977-78 കാലഘട്ടത്തിൽ CM സ്റ്റീഫൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം 1965 തന്നെ PT ചാക്കോയുടെ മരണത്തിന് ശേഷം R ശങ്കറിൻ്റെ കോൺഗ്രസ്സിലുള്ള ആ പ്രതാപം നഷ്ടപ്പെട്ടതിന് ശേഷം 65 തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഒരു ഔദ്യോഗിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു CM സ്റ്റീഫൻ. പക്ഷേ 65 തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. കേരള കോൺഗ്രസും ഒന്നിച്ചില്ല. 67 സപ്തകക്ഷി മുന്നണി ഉണ്ടായി. അതിനുശേഷം കേരളത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞതിന് ശേഷം വീണ്ടും അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് CM സ്റ്റീഫൻ ദില്ലിയിൽ ഇന്ദിരാഗാന്ധിയുടെ ഇപ്പോൾ KC വേണുഗോപാൽ ഏത് തരത്തിലാണോ രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലർ പറയും അത് കടന്നു പോകുന്നു എന്ന് പറയും. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വേണു വിളികൾ നേരിട്ട് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഈ വേണുഗോപാലിൻ്റെ ഒരു രാഹുൽ ഗാന്ധിയുടെ മേലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും അത് വ്യക്തമാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ ഒരു വേള പ്രതിപക്ഷ നേതാവ് സ്ഥാനം അലങ്കരിച്ച CM സ്റ്റീഫൻ അദ്ദേഹം കേരളത്തിൽ 77-ലും 78-ലും അന്ന് അദ്ദേഹം ഒരു വട്ടം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും മത്സരിച്ച് തോറ്റതാണ്. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹം കാലുറപ്പിച്ചത്. കാരണം ഇവിടെ കരുണാകരനോട് അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിൻ്റെ ഒരു തലമുറ ഇളപ്പം ഉള്ള കരുണാകരനോട് അന്ന് തോറ്റു. അതുപോലെ KC വേണുഗോപാൽ നീണ്ട 17 വർഷമായിട്ട് അദ്ദേഹം ദില്ലിയിലാണ്. 2009 മുതൽ അദ്ദേഹം ദില്ലിയിൽ പതുക്കെ ആദ്യം 2009 ജയിക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ NSS അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ മന്ത്രിയായത് ശശി തരൂറാണ്. പിന്നീടാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. അപ്പോൾ അത് NSSൻ്റെ കെയർ ഓഫിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു. ആദ്യത്തെ തവണ ലോക്സഭാംഗമായ KC വേണുഗോപാൽ കേന്ദ്രമന്ത്രിയാകുന്നു. സഹമന്ത്രിയാണെങ്കിലും അദ്ദേഹം സിവിൽ ഏവിയേഷൻ്റെ ഒക്കെ ചുമതലയുള്ള സഹമന്ത്രിയാകുന്നു. 2014 ശേഷം കോൺഗ്രസിന് ഇന്ത്യയിൽ ഭരണമില്ല, ദില്ലിയിൽ ഭരണമില്ല. പക്ഷേ അദ്ദേഹം 2017 ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓപ്പറേഷൻ ഗോവയിലായിരുന്നു. അത് ഭരണം നഷ്ടപ്പെടുന്ന ഒരു ഓപ്പറേഷനായിരുന്നു. പക്ഷേ അന്നത്തെ അവിടുത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ദിഗ്വിജയ് സിംഗിൻ്റെ എന്തൊക്കെയോ പരാജയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. ദിഗ്വിജയ് സിംഗിനെ ഒരു ക്ഷണം കൊണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹം കറിവേപ്പിലയാക്കുകയും പകരം KC വേണുഗോപാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇന്നർ കോട്ടറിയിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യ ഒരു ട്രബിൾ ഷൂട്ടറായി മാറ്റുകയും ചെയ്യുന്ന അത്ഭുതകരമായ പ്രതിഭാസമായിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടത്. 2019 18 അവസാനം രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട്, ഇതേ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്ന അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റിനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് അവിടെ എങ്ങനെയാണോ മുഖ്യമന്ത്രിയായത്, അതിനുശേഷം ആ പദവിയിലെത്തിയ KC വേണുഗോപാൽ ഇപ്പോൾ നീണ്ട 7 വർഷം ആ പദവിയിൽ ഇരുന്നതിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു കേസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.